അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വപ്നനഗരിയെ മതിവരുവോളം കണ്ടാണ് മായ ടീച്ചർ മടങ്ങിയത്. സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കിയ കോളേജ് സുഹൃത്ത് ഷൈമയും ഒന്നിച്ചായിരുന്നു മടക്കയാത്ര. സുവർണ നഗരിയെക്കുറിച്ച് വിവരിക്കാൻ വാക്കുകൾ മതിയായില്ല മായ ടീച്ചർക്ക്. ആലുവ UC കോളേജിലെ പഴയ സഹപാഠി ഷൈമയാണ് ഇരുളിനപ്പുറമുള്ള ലോകത്തേക്ക് സുഹൃത്ത് മായയെ കൂട്ടിക്കൊണ്ടുവന്നത്. UAEയുടെ ദൃശ്യഭംഗി ഷൈമയിൽ നിന്ന് കേട്ടറിഞ്ഞ മായ അത് നേരിട്ട് അനുഭവിച്ചറിയണമെന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ചു. ഇതറിഞ്ഞ ഷൈമ മായയെ UAEയിൽ എത്തിക്കുകയായിരുന്നു. കേട്ടറിഞ്ഞ സുവർണ നഗരിയെ തൊട്ടറിഞ്ഞപ്പോൾ വിവരിക്കാൻ വാക്കുകൾ മതിയായില്ല മായയ്ക്ക്. പരിചയം അതിലൂടെയാണ് ഗൾഫ് നാടുകളെ കുറിച്ച് കൂടുതലായി എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൾഫിനെ കുറിച്ചൊരു ധാരണ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നും ഉള്ളൊരാഗ്രഹം ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഞാനിവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സംസ്കാരവും പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവരുടെ ഒരു ലാംഗ്വേജ്, പിന്നെ ജീവിത സാഹചര്യം, ഇവിടുത്തെ വാഹന സംവിധാനങ്ങൾ, ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ കാഴ്ചയില്ല എന്ന് വിചാരിച്ചിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്കപ്പുറം നമ്മളെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള കാര്യമാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉയരങ്ങളിൽ നിന്ന് മായ UAEയുടെ സൗന്ദര്യം ആസ്വദിച്ചു. ദുബായ് ക്രീക്കിലെ അബ്രയിലൂടെയുള്ള യാത്രയും അബുദാബി ഷെയ്ഖ് സായിദ് മോസ്കിലെ സന്ദർശനവും മായയ്ക്ക് അവിസ്മരണീയ അനുഭവമായിരുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മണൽക്കാടിന്റെ സൗന്ദര്യവും മായ തൊട്ടറിഞ്ഞു. ഷൈമയും ഭർത്താവ് അബിനുമാണ് UAEയുടെ വ്യത്യസ്ത കാഴ്ചകൾ മായയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഷൈമയുടെ ഒരു മനസ്സിലെ ഒരു ചിന്താഗതി ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഇന്ന് ഈ സാഹചര്യത്തിൽ നിൽക്കാനുള്ള കാരണവും അവള് തന്നെയാണ്. അവള് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് പിന്നിൽ നിരവധി ആളുകളുടെ ഫാമിലി ആയിട്ടും അല്ലാത്തവരും അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ശരിക്കും ഇന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുള്ളത്. കാഴ്ചയുള്ളവർ വരെ ഒറ്റയ്ക്ക് നടക്കാൻ പേടിക്കുന്ന ഇക്കാലത്ത് കോളേജ് സുഹൃത്തിനെ കാണാൻ 3000ഓളം കിലോമീറ്റർ താണ്ടി മായ അബുദാബിയിലെത്തിയത് ഒറ്റയ്ക്ക് തന്നെ. കാഴ്ചയില്ലാത്തവർക്കും കാണാൻ ചിലതുണ്ട് എന്ന സന്ദേശമാണ് ഈ യാത്രയിലൂടെ മായ ലോകത്തോട് പങ്കുവെക്കുന്നത്. കാഴ്ചയില്ല എന്ന പരിഗണന ഒന്നും അർഹിക്കാതെ ഇവിടെ ദുബായ് വന്ന് കാണുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണ്ണായ ഷൈമയുടെ കൈ പിടിച്ച് നടക്കുക, ഇവിടെ എല്ലാം കാണുക എന്നത് തന്നെ എനിക്ക് നൽകുന്ന ഏറ്റവും അധികം സന്തോഷമാണ്. ഇപ്പം നിരവധി കാര്യങ്ങൾ ഞാൻ പലയിടത്തുനിന്നും കണ്ടെങ്കിലും നമ്മൾ ഈ നിൽക്കുന്ന ഈ കോർണിഷ് പാർക്ക് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയോടടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷവും ആ ഒരു ആനന്ദം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തന്നെയുണ്ട്. ഇടുക്കി തൊടുപുഴ സ്വദേശിയായ മായയ്ക്ക് കാഴ്ചയില്ലെന്ന മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് 3.5 വയസ്സിൽ. സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചതെങ്കിലും പഠിപ്പിക്കുന്നത് സാധാരണ സ്കൂളിൽ. എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനുള്ള ഉൾക്കരുത്താണ് ടീച്ചറുടെ ജീവിത വിജയം. മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണം, അല്ലെങ്കിൽ കാഴ്ചയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. നമ്മളുടെ നാട്ടിലുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സാഹചര്യം വന്ന് കാണാനും പറ്റിയാൽ അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കണം, അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ടൂറ് എന്നതിന് ഉപരിയായിട്ട് ഷൈമ നാട്ടിലേക്ക് വരുന്നു.
അതിനു മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് കാണണം. ഷൈമ ഉള്ളപ്പോൾ എനിക്ക് അവളുടെ കൈ പിടിച്ച് നടക്കുന്ന അത്ര ഒരു എന്താ പറയുക, അത്രയും ഒരു സപ്പോർട്ടാണ് അവൾ എനിക്ക്. അത് ഞാൻ കാണുന്ന കാലം മുതൽ അതിന്നും എനിക്ക് മെൻ്റലി ഏത് ചലഞ്ച് നേരിടുന്നതിനും എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ള എൻ്റെ സുഹൃത്താണ് ഷൈമ. ഇരുളിൽ പരിതപിച്ച് ഒതുങ്ങിക്കൂടുന്നവർക്ക് പ്രചോദനമാകട്ടെ തന്റെ യാത്രയെന്നാണ് മായയുടെ ആശ. അറിഞ്ഞതിലും അപ്പുറമുള്ള ഈ രാജ്യത്തെ കാണാൻ, കൂടുതൽ അനുഭവിച്ചറിയാൻ ഇനിയും വരണമെന്ന മോഹവും പങ്കുവച്ചാണ് മായ ടീച്ചർ യാത്ര പറഞ്ഞത്.